ഗോതമ്പ് പൊടി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് മസാലയൊന്നും വഴറ്റി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അതിനായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായി വെള്ളം ചേർത്ത് കൊടുത്ത് സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് കുഴച്ചെടുക്കാം. സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചൂടുവെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വെള്ളം കുറച്ച് കുറച്ചായി ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 1/2 കപ്പ് വെള്ളം എടുത്തിരുന്നു. അതിൽ ഏകദേശം 2 ടേബിൾ സ്പൂണോളൊക്കെ വെള്ളം ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കൂട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് തന്നെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ കൂട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി എടുത്തിരിക്കുന്നതാണ്. പുഴുങ്ങുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നു. അതാണ് ഈ ഒരു മഞ്ഞ കളറ്. ഉരുളക്കിഴങ്ങ് ഇതുപോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളപ്പറ്റ് കൂടുതലായിട്ട് വരും. അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് തന്നെ ചേർക്കണം എന്നില്ല. പകരം നന്നായിട്ട് ഉടച്ചെടുത്താലും മതിയാകും. ഒട്ടും കട്ടകളില്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മാഗി മസാലയാണ്. മാഗി മസാലയ്ക്ക് പകരം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചാട്ട് മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു പുളിപ്പിനായിട്ടാണ്. ഇനി ചാട്ട് മസാല കയ്യിലില്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ചേർത്താലും മതിയാകും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് വറുത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഇതിപ്പോൾ ഒന്ന് കുഴച്ചെടുത്ത് വന്നപ്പോൾ ഇതൊരല്പം സ്റ്റിക്കി ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അത് എരിവും ഉപ്പും പാകത്തിന് ഇല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അതുപോലെ കോൺഫ്ലവർ അവസാനം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താലും മതിയാകും. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ഒരല്പം കയ്യിലൊക്കെ പറ്റിപ്പിടിക്കും, അത് കുഴപ്പമില്ല. നമ്മളുടെ കൂട്ട് ഇവിടെ 10 മിനിറ്റായിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. ഒന്നും കൂടെ നന്നായിട്ട് നീഡ് ചെയ്തെടുത്തതിന് ശേഷം ഇത് രണ്ടായിട്ടൊന്ന് ഭാഗിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കാനാണ് പോകുന്നത്. ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് പരത്തിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഒരല്പം വലുതായിട്ടാണ് പരത്തിയെടുക്കുന്നത്. അതുകൊണ്ടാണ് കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. നല്ല നേർത്ത് തന്നെ പരത്തിയെടുക്കാം. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്കാണ് ഞാനിതിപ്പോൾ പരത്തിയെടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ മറ്റേ ഉരുളിയും പരത്തിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് ഇവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. ഒരുപാട് കനം കൂടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരുപാട് കനം കുറയേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മസാല ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും വെച്ച് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണോ ഫോക്കോ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതേപോലെ ഈവൺ ആയിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് അടുത്ത ആ ഒരു ഷീറ്റും കൂടെ വെച്ച് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഭാഗത്ത് എത്താത്തതായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് വലിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ആക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ബലം കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ട് പറ്റിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പരത്തി കൊടുക്കുന്നത്. അതിനുശേഷം ഇത് കറക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിലോട്ടേക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ അരികുകളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കുഞ്ഞു കുഞ്ഞു സ്ക്വയേഴ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിക്കാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ സ്ക്വയേഴ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിലൊരു ഷീറ്റ് എടുത്തിട്ട് ഇതിൻ്റെ 2 അറ്റവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് തന്നെ പ്രസ്സായിട്ട് നിന്നോളും. എന്നിട്ട് അടുത്ത ആ ഒരു അരികുകളും കൂടെ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ഇവിടെ ഞാൻ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് ഓയിൽ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ലോ ഫ്ലെയിമിലും വെക്കരുത്, ഒരുപാട് ഹൈ ഫ്ലെയിമിലും വെക്കരുത്.
ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത് ഇട്ട് കൊടുത്തപാട് അനക്കാൻ വേണ്ടി നിൽക്കണ്ട. അത് കുറച്ച് നേരം അതുപോലെ തന്നെ വെക്കുക. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം മാത്രം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് പുറത്തേക്കൊന്നും വരില്ല. നമ്മൾ ആ ഒരു കോൺഫ്ലോർ ചേർത്തത് കൊണ്ട് തന്നെ അത് നന്നായിട്ട് സ്റ്റിക്കി ആയിട്ട് നിന്നോളും. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. എണ്ണ നോക്കൂ, ഒട്ടും തന്നെ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിംഗ് ഒന്നും പുറത്തേക്കൊന്നും വന്നിട്ടേ ഇല്ല. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടിയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യുക. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാകുക. ചൂടാറും തോറും അതിൻ്റെ ക്രിസ്പിനെസ് ഒരു അല്പം മാറും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.